ജൂനിയർ അനലിസ്റ്റിന്റെ എക്സാം കഴിഞ്ഞു. എക്സാമിന്റെ കട്ട് ഓഫ് എത്ര വരുമായിരിക്കും? എനി ഗസ്സസ്? തീർച്ചയായും എക്സാമിന്റെ കട്ട് ഓഫ് 60+ വരും. എന്തുകൊണ്ട് 60+ വരും എന്നിത് ഉറപ്പിച്ചു പറയുന്നു എന്ന് ചോദിച്ചാൽ വി ഹാവ് ടു റീസൺ. ഫസ്റ്റ് റീസൺ എന്നത് സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രിയുടെ എക്സാം കഴിഞ്ഞപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ കട്ട് ഓഫ് 60+ വരും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വീഡിയോയുടെ താഴെ ഒരുപാട് കുട്ടികൾ കമന്റ് ചെയ്തിരുന്നു എക്സാം ഡിഫിക്കൽട്ട് ആയിരുന്നു, സോ കട്ട് ഓഫ് 60+ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, കട്ട് ഓഫ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേക്കൻസീസിനെയും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത കുട്ടികളുടെ മാർക്കിന്റെയും അടിസ്ഥാനത്തിലാണ്. സോ ആ ഒരു അനാലിസിന്റെ ബേസിസിലായിരുന്നു നമ്മൾ അന്ന് സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രിക്ക് 60+ കട്ട് ഓഫ് വരുമെന്ന് പറഞ്ഞത്. ആൻഡ് അതേ സെയിം റീസൺ കൊണ്ടാണ് നമ്മൾ ഇന്ന് പറയുന്നത് ജൂനിയർ അനലിസ്റ്റ് എക്സാമിന്റെ കട്ട് ഓഫ് 60+ വരും എന്ന്. സെക്കൻഡ് റീസൺ പറയുന്നതിന് മുൻപായിട്ട് സ്പാർട്ടൻസ് ഒരു മിനി ബുക്ക്ലെറ്റ് ഇറക്കിയിട്ടുണ്ട്. PSC ആൻഡ് അതർ കെമിസ്ട്രി ബേസ്ഡ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള ഒരു ക്വിക്ക് റിവിഷൻ ക്യാപ്സ്യൂൾ ആയിട്ടാണ് ഇത് ഇറക്കിയിട്ടുള്ളത്. 2-3 ഡേയ്സ് മുന്നേ തന്നെ നമ്മളിത് കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ എക്സാമിന് പല എക്സാം സെന്റേഴ്സിൽ നമ്മളിത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മിനി ബുക്ക്ലെറ്റിൽ നിന്ന് തന്നെ 25ഓളം ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ എക്സാമിന് വന്നത്. സോ നിങ്ങളത് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു മിനി ബുക്ക്ലെറ്റ് വേണ്ടുന്നവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സെക്കൻഡ് റീസൺ ഇതാണ്, നമ്മൾ 2 മോക്ക് ടെസ്റ്റ് സീരീസുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 2 മോക്ക് ടെസ്റ്റ് സീരീസിൽ നിന്ന് മാത്രമായി 57 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ എക്സാമിന് വന്നത്. ഈ 2 മോക്ക് ടെസ്റ്റ് സീരീസുകളും സ്റ്റുഡൻസിലെ കുട്ടികളല്ലാത്തവർക്കും നമ്മൾ വെറും 500 രൂപയ്ക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ 2 മോക്ക് ടെസ്റ്റ് സീരീസുകളും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് പഠിച്ച കുട്ടികൾക്ക് 57 മാർക്സ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് 60+ന് മേലെ എന്തായാലും വരും. ആൻഡ് ഫോർ ദ സെയിം റീസൺ നമ്മൾ ഇനി മുതൽ മോക്ക് ടെസ്റ്റ് സീരീസുകൾ നമ്മുടെ സ്റ്റുഡൻസിലെ കുട്ടികൾക്ക് മാത്രമായിട്ട്, നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമായിട്ട് നമ്മൾ ലിമിറ്റ് ചെയ്യുകയാണ്. കാരണം നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന കുട്ടികൾക്ക് അത് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അത്തരത്തിൽ ലിമിറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു ഇയർ നമുക്ക് ഒരുപാട് എക്സാംസ് ഇനി വരാനുണ്ട്. സോ എനിക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. താങ്ക് യു.